നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് വെറൈറ്റി വീഡിയോ ആണ്, ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്ന് വെച്ചാൽ നമ്മളെ ടേപ്പിൻ്റെ തൊഴിലാളികൾക്ക് ഞാൻ ഇപ്പോൾ ഒരു റബ്ബർ തോട്ടത്തിലേ ഉള്ളത്. ഇതിൽ സംഭവം എന്ന് വെച്ചാൽ ഈ ടേപ്പിൻ്റെ തൊഴിലാളികൾക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് നമ്മളെ കൊതുകടിക്കൽ. അതിനുള്ള ഒരു പോകുമ്പോഴേ നമ്മളൊരു ചേട്ടായി പറഞ്ഞുതരും. നമുക്ക് ചേട്ടായി അടുത്ത് നേരിട്ട് പോവാം. ചേട്ടായി അടുത്ത് പോവാം. ചേട്ടായി ഇപ്പോൾ ടേപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇവിടെ. ചേട്ടായി നമ്മളിപ്പോൾ നമ്മൾ ടേപ്പിങ് ചെയ്യുമ്പോൾ കുറേ കൊതുക് വരുമല്ലോ, അതിന് ചേട്ടായിക്ക് എന്നതിന് പോകുമ്പോഴൊന്നു ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ വെളുപ്പിനെ ഒരു 3 മണിക്ക്, ഇപ്പോൾ ഈ മഴക്കാലത്ത് ഞാൻ ഇങ്ങനെ ടാപ്പിന് ഇറങ്ങുന്ന ആളാണ്. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, എൻ്റെ ഇതേപോലത്തെ ഒരു ആൾക്കാർ ഒരുപാടുണ്ടല്ലോ, തൊഴിലാളികൾ ഇഷ്ടംപോലെ ഒന്നുമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ തോർത്ത് ഇങ്ങനെ വട്ടം കെട്ടും, ഒരു കൊതുക് തിരി ചുമ്മാ ഇങ്ങനെ ഇതുണ്ട് ഇവിടെ വെച്ച് ആർക്കും ഈ നമ്മൾ ടാപ്പ് ചെയ്യുന്ന ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇങ്ങനെ നമ്മളിപ്പം ഇതിങ്ങനെ വെച്ചു, നമ്മളിങ്ങനെ ഇത് ടാപ്പ് ചെയ്തു, അങ്ങനെ പോകുന്നു. അത്രേ ഉള്ളൂ. ഒരു കൊതുകും നമ്മളെ കൂടെ വരില്ല. ഇന്ന് എനിക്ക് ഉറപ്പുണ്ട്, കാരണം എനിക്ക് അനുഭവമാണ് എൻ്റെ ഇതൊക്കെ. അപ്പം ഇത് നിങ്ങളൊന്ന് പരീക്ഷിക്കുക. ഇതുണ്ടോ, ഞാനിങ്ങനെ ഈ തോളത്തിങ്ങനെ വട്ടം കെട്ടും, എന്നിട്ട് ഒരു കൊതുക് തിരി. അപ്പൊ എനിക്ക് ഒരു 300 മരത്തിന് 2 തിരി മതി. അപ്പൊ 2 തിരി. അപ്പൊ ഇവിടെ എത്ര മരം ഉണ്ട് ഇപ്പൊ? ഇവിടെ എനിക്കിപ്പം ഒരു 300ഉം ഒരു 100ഉം 4 മരം. ഈ 2 മരത്തിന് കൂടെ ഞാൻ ഇതുണ്ടോ, ഞാൻ എന്നും പെട്ടി ഇപ്പൊ എന്റെ പെട്ടി പാലെടുത്ത് കഴിഞ്ഞു. ഞാൻ അടുത്ത വെട്ടാൻ പോവാണ് ഇപ്പൊ. അപ്പം ഇത് കഴിഞ്ഞിട്ട് അപ്പൊ ഇത് എന്നെ ഒരു കൊതിയും കളിക്കാറില്ല. അപ്പൊ നമ്മള് ഇതില് ഈ ചാരമൊക്കെ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഇങ്ങനെ ആക്കി കളഞ്ഞാൽ മതി. വേറെ ഒരു കുഴപ്പമില്ല. ഒരു കൊതുകും. ഒരു തിരിക്ക് എത്ര മരം വെട്ടാൻ പറ്റും? ഒരു തിരിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു 300ഉം ഒരു 100ഉം. അപ്പൊ 4 മരത്തിന് 2 തിരിക്ക് നമുക്ക് ഇവിടെ വെട്ടി വരും. എന്റെ ഭാര്യ ഇപ്പൊ ഉണ്ടായിരുന്നു, അവളെ വന്നിട്ടില്ല. അപ്പൊ ഇങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ. ഇത് ഈ കൊതുക് എന്ന് പറഞ്ഞാല് ഇതിന്റെ പേര് നമ്മുടെ മാർക്കറ്റിൽ വെക്കുന്ന സാധനം തന്നെ അല്ലേ? ബോഡി ഗാർഡ്. ഒരു കൊതുക് പോലും നമ്മളെ പിടിക്കുന്നില്ല. സത്യം, ഇതിന്റെ അനുഭവമാണ്. ഞാനിപ്പം ഈ കമ്പനീനെ ഞാൻ സ്പോൺസർ ചെയ്യുന്നതല്ല. ഈ കമ്പനിക്കാരെ എന്നെ ഇപ്പം വന്ന് വിളിക്കണം. സംഭവം ഞാൻ ഇന്ന് വരെ ഇത് ഞാൻ പരീക്ഷിച്ചതാണേ. ഈ കമ്പനിക്കാര് അവർ ഉദ്ദേശിച്ചത് നമ്മുടെ വീടുകളിൽ വെക്കാനാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഞാനിങ്ങനെ ഈ പരീക്ഷിക്കുന്നത് സാറിനത് മനസ്സിലായി. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഞാൻ ഇതുണ്ടോ ഒരെണ്ണം ഇങ്ങനെ കത്തിച്ച് വെച്ചു. ഇങ്ങനെ വെച്ചാൽ മതി, നമ്മുടെ മേത്തൊന്നും വീടുന്നില്ല. നമ്മൾ ഓടുന്ന ടാപ്പ് ചെയ്യുന്നു. ഓക്കെ, അത്രേ ഉള്ളൂ ഇതിന്റെ കാര്യങ്ങളൊക്കെ. അപ്പം ഒരു കൊതുകും പോയിട്ട് ഒരു മിന്തു ഒരു ചെള്ളു പോലും നമ്മൾ അടുത്തുണ്ടാവൂല. പിന്നെ ആകെപ്പാടെ നമ്മൾ പൊക്കുമ്പോൾ കാണുന്നത് ഇത് കാണും, ഒരു അച്ഛനുണ്ടാവും. അതിനെ കട്ടയ്ക്ക് തോണ്ടി കളഞ്ഞിട്ട് നമ്മൾ ടാപ്പ് ചെയ്താൽ മതി. അത്രയേ ഉള്ളൂ അതിന്റെ കാര്യങ്ങളൊക്കെ. എന്നെ പോലെ ഇതുപോലെ തന്നെ ഇങ്ങനെ ഈ തോളത്ത് വട്ടം കെട്ടുക, ചുമ്മാ ഇറക്കി വെക്കുക. അതിന്റെ ഇടയ്ക്ക് ഈ ചാരം വരുമ്പോ ഒന്ന് കുളിക്കാൻ മതി. അത്രേ ഉള്ളൂ ഇതിന്റെ കാര്യങ്ങളൊക്കെ. ഇതാണ് ടാപ്പിങ്. അല്ല, ചില സിഗരറ്റ് വലിക്കും, അതുകൊണ്ട് കാര്യമില്ല. ഇത് ഒരെണ്ണം കത്തിച്ച് വെച്ചോ. ഞാൻ പരീക്ഷിച്ചതാണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം പരീക്ഷിച്ചിട്ട് എന്റെ ഭാര്യ പോലെ സമ്മതിച്ചതാണ്. എന്റെ ഭാര്യ ഇപ്പൊ എന്റെ കൂടെ ഉണ്ട്. അവർക്ക് ഇപ്പൊ സമയം ഇല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ്. അപ്പൊ ഇത് എല്ലാവർക്കും ഇതൊരു ഇങ്ങനെ ഈ മഴക്കാലങ്ങളിൽ ടാപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് പൊതുവെ ഇതാണ് കൊതുകാണല്ലോ. അപ്പൊ ഈ കൊതുക് ഉള്ള സമയത്ത് ഞാൻ വെളുപ്പിനെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ എനിക്ക് ഇപ്പൊ ഒരു 600 മരം വെട്ടാനുണ്ട്. ഞാൻ വെളുപ്പിനെ ഏറ്റിട്ട് ഇതിങ്ങനെ കത്തിച്ച് വെക്കും. പുറത്തേക്ക് ബട്ടൺ കണ്ടണം, എന്നിട്ട് ഇങ്ങനെ ഇരിക്കണം. അപ്പൊ ഇടയ്ക്കിങ്ങനെ ഈ ചാരം വീഴണം, ഇങ്ങനെ ഇടയ്ക്കൊന്ന് കുടഞ്ഞു കളഞ്ഞാൽ മതി. ഓക്കെ, അതാണ് അതിന്റെ ഐഡിയ. ഒരു കൊതുകും കളിക്കുന്നില്ല. ഞാനിപ്പോ ഡെയിലി ടാപ്പ് ചെയ്യുന്നുണ്ട്. ചേച്ചി അവിടെ പാലം കൊണ്ട് പോകുന്നുണ്ട്. ചേച്ചി എന്റെ ഭാര്യ വരുന്നു, പാലം കൊണ്ട് വരുന്നു. അതാണ്. അപ്പൊ ഒരു തിരി കൊണ്ട് 200 മരം വെട്ടാം. 200 മരം വെട്ടാം. ഒറ്റ തിരി കൊണ്ട് നമുക്ക് 200 മരം വെട്ടാം. നല്ല സ്പീഡ് വെട്ടായിരിക്കണം, വൃത്തി വെട്ടായിരിക്കണം. അതാണ് അതിന്റെ കാര്യങ്ങൾ. അപ്പൊ ചേട്ടനെ പോലത്തെ തൊഴിലാളികൾക്ക് ഇതൊരു അനുഭവമായിരിക്കണം. അല്ല, ഇത് ഞാൻ പറഞ്ഞത് ഇത് ഞാൻ സ്വന്തം കണ്ടുപിടിച്ചാന്നേ. ഈ കമ്പനിക്കാരെ നമുക്ക് ഒന്നുമല്ല. പക്ഷെ ഈ തിരിയുള്ളിൽ ഞാൻ 200 മരം വെട്ടുന്നു ഈ കമ്പനിക്കാരെ കൊണ്ട്. സത്യം. അപ്പൊ ഈ കമ്പനി എന്താണെന്ന് എവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ല. അവരോട് ഞാൻ ചോദിക്കാം നമുക്ക് ഒരു ദിവസം. ഇങ്ങനെ വീട് കണ്ടാൽ അവർക്ക് അറിയാലോ. ഇതാണ് ജോണി മാട്ടറയാണ്.
യെസ്. ഓക്കെ. ചേട്ടായി പറഞ്ഞ പോലെ നമുക്ക് പരീക്ഷ നോക്കാം, എല്ലാവരും പരീക്ഷിക്കണം. മറ്റേ ടേപ്പിൻ തൊഴിലാളികളെല്ലാം പരീക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. കുറേ ബുദ്ധിമുട്ടുണ്ട് കൊതുകിനെ കൊണ്ട്, എല്ലാവരും ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു ടേപ്പിൻ തൊഴിലാളികൾക്കൊരു ഊർജ്ജം ആയിക്കോട്ടെ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് അടിക്കുക. എൻ്റെ വീഡിയോ ആയിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.